നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. ഈ കേരളം കണികൊണ്ടിരുന്ന നന്മയാണെന്നും മിൽമയാണെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ജനത്തിന് വേണ്ടി മിൽമ നൽകുന്ന സേവനങ്ങൾ അത് ലക്ഷോപലക്ഷം ജനങ്ങൾ വന്നു കൂടുന്ന ആരാധനാ ആലയങ്ങൾക്കുമൊക്കെ അതേ നിരക്കിൽ തന്നെ ആ സേവനം നൽകണമെന്നാണ്. സർക്കാർ സ്ഥാപനമാണ്, പൊതുമേഖലാ സ്ഥാപനമാണ്. പക്ഷേ അത് മിൽമ ഭരിക്കുന്നത് മൊത്തം ഇടത് സംഘങ്ങളാണെന്നേ ഉള്ളൂ. എങ്കിലും അവരുടെ ഒരു സ്വാധീനം വെച്ചാണ് മിൽമയ്ക്ക് ശബരിമലയിലെ നെയ്യിൻ്റെ കരാർ കിട്ടിയത്. പക്ഷെ അതുകൊണ്ട് എന്തുണ്ടായി? 2.28 കോടി രൂപ അല്ലേ, 2,28,00,000 രൂപയുടെ നഷ്ടം പ്രാഥമികമായി ഉണ്ടെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. നഷ്ടമെന്നാണോ പറയേണ്ടത്? അഴിമതി. അതെ, നഷ്ടത്തിന്റെ പിന്നാലെ ഉള്ള അഴിമതി. അതെ അതെ അതെ. ശരിക്കും മരിച്ച മുരാരി ബാബുവാണ് ഒരു പ്രതിസ്ഥാനത്ത്. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നല്ലോ. അതെ. പിന്നെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു. അതെ. അടുത്തത് നമ്മുടെ മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് തന്നെയാണ്. പിന്നെ മെമ്പർ അജികുമാർ. ശരിക്കും അത് പറയുന്നത് ലിറ്ററിന് 369 രൂപ കോട്ട് ചെയ്ത തമിഴ്നാട്ടിലെ ഒരു നെയ്യ് നിർമ്മാണ ഫാക്ടറി ഉണ്ടായിരുന്നു. അത് ഗുണനിലവാര പരിശോധനയിൽ അവരെല്ലാം വിജയിച്ചതാണ്. അല്ലാതെ തമിഴൻ്റെ പാണ്ടി നെയ്യ് എന്നൊക്കെ പറയുന്ന താളില്ലേ, അതല്ല. അത് വളരെ ഗുണനിലവാരമുള്ള നെയ്യ് തന്നെയായിരുന്നു. പക്ഷേ അത് മറികടന്നാണ് ലിറ്ററിന് 510 രൂപ നിരക്കിൽ മിൽമയുമായിട്ട് കരാറപ്പെട്ടത്. പൊതുമേഖലാ സ്ഥാപനത്തെ രക്ഷിക്കാൻ വേണ്ടി ഭക്തരുടെ പണം കൊണ്ട് ചിലവാക്കേണ്ട ആവശ്യമുണ്ടോ ശബരിമലയിൽ? അല്ല, ശരി ചെയ്തോ. സർക്കാരിനെ സഹായിക്കാം മിൽമയെ. സർക്കാരിന് നെയ്യ് വാങ്ങി സഹായിക്കാം. സപ്ലൈകോയിലൊന്നും മിൽമ നെയ്യില്ലല്ലോ. സപ്ലൈകോയുടെ ഒരു ഔട്ട്ലെറ്റും മിൽമയുടെ ഒരു ഉൽപ്പന്നങ്ങളും ഇല്ലല്ലോ. കാരണം എന്താണ്? സബ്സിഡി കിട്ടില്ല, വില കുറവില്ല, വില കൂടുതലാണ്. അതാണ് മിൽമ നെയ്യില്ലത്. അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ ഇത്രയും ആയിരക്കണക്കിന് വരുന്ന സപ്ലൈകോയിൽ ഓണക്കാലത്തെങ്കിലും ഒരു മിൽമയുടെ അവിടെ നമ്പൂതിരീസ് ഗീ അതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മിൽമയുടെ ഉൽപ്പന്നങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല. ശരിക്കും അതൊക്കെയല്ലേ ഈ സപ്ലൈകോഴി വിറ്റഴിക്കേണ്ടത്? തീർച്ചയായിട്ടും. അത് തന്നെ അഴിമതിയുടെ മറ്റൊരു മുഖമാണ്. സബ്സിഡി കൊടുക്കാൻ പറ്റില്ല, കൂടിയ വിലയ്ക്ക് വിറ്റാൽ മതി. ഇത് പക്ഷേ 510 രൂപയ്ക്ക് കോട്ട് ചെയ്തത് മാത്രമല്ല, ആ 510 രൂപയ്ക്ക് വന്ന നെയ്യ് മറിച്ചടിച്ചു എന്നുള്ളതാണ് ഈ കേസ്. അല്ല, ഒരുപാട് കുഴപ്പങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ തുടക്കം എങ്ങനെയെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ശബരിമലയിൽ നെയ്യ് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ഒന്നാമത്തെ ചോദ്യം അതാണ്. ഇല്ല. നെയ്യ് ഭക്തരവിടെ കൊണ്ട് നെയ്യഭിഷേകമാണ് അയ്യപ്പന് ഏറ്റവും പ്രിയം. അത് തിരിച്ച് പാക്കറ്റിലേക്ക് വിൽക്കുകയാണ്. അതിനെ ഉരുക്കി പാക്കറ്റിലാക്കി വിൽക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ ഈ അപ്പം അരവണയൊക്കെ ഉണ്ടാക്കാൻ ഈ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നെയ്യ് ബാക്കി വരികയാണ്, മിച്ചം വരികയാണ്. ആ നെയ്യാണ് ഇവർ വിൽക്കുന്നത് പാക്കറ്റിലാക്കി. ആടിയ നെയ്യ് എന്ന് പറഞ്ഞ് നമ്മൾ ഗുരുവായൂരൊക്കെ ആടിയ എണ്ണ എന്ന് പറഞ്ഞ് വിൽക്കുന്നത് പോലെ അഭിഷേകം ചെയ്ത നെയ്യ് എന്ന് പറഞ്ഞ് ഇവർ വിൽക്കുകയാണ്. അതൊക്കെ പോട്ടെ, അതെല്ലാം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഭക്തർക്ക് ആ നെയ്യ് വാങ്ങാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതൊരു തുകയിട്ട് അത് കൊടുക്കുന്നത് വഴിപാടുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്ന് നമുക്ക് കരുതാം. നമ്മളെ വീട്ടിലൊരു 10 മൂട് നല്ല കായ്ക്കുന്ന തെങ്ങുള്ളപ്പോൾ നമ്മൾ കടയിൽ പോയി നാളികേരം വാങ്ങിക്കോ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഇവിടെ നെയ്യ് എക്സസ് ആണ്. നെയ്യ് ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ബാക്കി വരികയാണ്. എന്നിട്ടാണ് നെയ്യ് പുറത്തുനിന്ന് വാങ്ങാൻ ഇവർ തീരുമാനിച്ചത്. അത് ഈ മുരാരി ബാബുവിൻ്റെ റിപ്പോർട്ടാണ് അതിന് കാരണം. മുരാരി ബാബു പറഞ്ഞത്, ഇപ്പോൾ ഒരു തവണ ഈ പ്രസാദം ഉണ്ടാക്കാൻ വേണ്ടി 10 ലിറ്റർ നെയ്യ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ മിൽമയുടെ നെയ്യ് വരുമ്പോൾ അത് 7 ലിറ്ററായിട്ട് കുറയും. എന്ത് കണക്കാണ് എനിക്കറിയില്ല, ആ റിപ്പോർട്ടിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. മുരാരി ബാബു കൊടുത്ത റിപ്പോർട്ടിൽ മിൽമയുടെ ക്വാളിറ്റിയുള്ള നെയ്യാണ്, ഗുണനിലവാരം കൂടിയതാണ്, അതുകൊണ്ട് 7 ലിറ്റർ ഉപയോഗിച്ചാൽ മതി, മറ്റേ 10 ലിറ്റർ ഉപയോഗിക്കേണ്ടി വരില്ല എന്ന കണക്കാണ് മുരാരി ബാബു കൊടുത്തത്. അതിനനുസരിച്ചാണ് ഇവർ നെയ്യ് മിൽമയുമായിട്ട് സംഭാഷണം നടത്തി ചർച്ച ചെയ്ത് നെയ്ക്ക് ഓർഡർ കൊടുത്തത്. സാധാരണ ഇതെന്താ ചെയ്യണം? ടെൻഡർ ചെയ്യും. ഇവിടെ ടെൻഡർ ചെയ്തില്ല. മിൽമയുടെ ചെയർമാനുമായിട്ട് നേരിട്ട് സംസാരിച്ച് പ്രശാന്ത് ഈ കാര്യങ്ങൾ അങ്ങ് ഓപ്പറേറ്റ് ചെയ്തു. നെയ്യ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഇതെല്ലാം ചെയ്തു. ശരി, ഓക്കെ, സമ്മതിച്ചു. മിൽമയുടെ നെയ്യ് ഉപയോഗിക്കട്ടെ, ബാക്കി ഈ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് ഇവർ കൂടുതലായിട്ട് പുറത്ത് വിറ്റോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഈ വന്ന നെയ്യ് മിൽമയിൽ നിന്ന് ക്വാളിറ്റി ഉള്ള നെയ്യ് വന്നപ്പോൾ ആ നെയ്യ് മറിച്ച് വിറ്റിട്ട് ക്വാളിറ്റി കുറഞ്ഞ വേറെ നെയ്യ് വാങ്ങിച്ച് വണ്ടി കയറ്റി വിട്ടു.
അതാണ് ഇത് വിജിലൻസ് കണ്ടെത്തി എന്നുള്ളതാണ്. വിജിലൻസ് കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് കണ്ടെത്തി എന്നുള്ളതാണ് ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി. ഈ തമിഴ്നാട്ടിലൊരു കുങ്കുമരാജ് ഡയറി ഉണ്ട്. അവരാണ് 310 രൂപയ്ക്ക് എന്തോ നെയ്യ് കൊടുക്കാമെന്ന് ഏറ്റത്. എന്നിട്ടും അവരെയും തഴയുകയാണ്. അവരെല്ലാവരും തഴഞ്ഞു. അല്ല, അവരെയൊക്കെ തഴഞ്ഞിട്ടാണ് മിൽമയുടെ നെയ്യ് കൂടിയ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് ആ നെയ്യ് മറിച്ച് വിറ്റിട്ട് കുറഞ്ഞ വിലയ്ക്ക് നെയ്യ് വാങ്ങി ഇവിടെ എന്താ പറയുക, ഈ മിൽമയുടെ നെയ്യാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വിറ്റു. അതായത് മിൽമയിലെ പത്തനംതിട്ട ഡയറി പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്, പ്രാഥമിക കോടതി കൊടുത്ത പ്രകാരമാണ്. മിൽമ പത്തനംതിട്ട ഡയറി പൂനെയിലെ ഒരു നെയ്യ് കമ്പനിയിൽ നിന്നും പതിവില്ലാതെ 24,970 കിലോ നെയ്യ്, അതും 497 രൂപയ്ക്ക് വാങ്ങി. അതിലാണ് പിടിവീണത്. എന്തിനാണ് മിൽമ ഇങ്ങനെ വാങ്ങിയത്? അതെ. അപ്പോൾ അതിൻ്റെ ഉത്തരം വിജിലൻസ് കോടതിയിൽ കൊടുക്കും. ഇപ്പം ഹൈക്കോടതിക്ക് ദേവസ്വം ബെഞ്ചിന് പ്രഥമ ദൃഷ്ടിയ ഇതിൽ കഴമ്പുണ്ട്. ഈ വിജിലൻസ് ഹാജരാക്കിയ തെളിവ് ശരിയാണ്, ഇത് സത്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ നിർദ്ദേശപ്പെട്ടത്. SIT രൂപീകരിക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചു. സർക്കാർ SIT രൂപീകരിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അവരുടെ പ്രാഥമിക റിപ്പോർട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ പ്രശാന്തും അജികുമാറും അറസ്റ്റിലാവും. നിലവിൽ പ്രശാന്ത് ജയിലിലാണ്, സ്വർണ്ണക്കൊള്ള റിമാൻഡ് നീട്ടിയിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു കേസിലും കൂടെ അറസ്റ്റിലാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നെയ് കൊള്ള അതാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ, അതായത് ഭക്തർ വളരെ പവിത്രമായിട്ട് കരുതുന്ന അഭിഷേകം ചെയ്യുന്ന നെയ്, ആ നെയ്, അതുപോലെ തന്നെ അവിടുത്തെ പ്രസാദം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നെയ്, ഇതിലൊക്കെ വലിയ തട്ടിപ്പ് നടത്തി ചോദിക്കാനും പറയാനും ആരുമില്ല. ഞങ്ങളിവിടെ എന്തും ചെയ്യും, എന്തും കൊള്ളയടിക്കും, ഞങ്ങൾക്ക് തോന്നിയതൊക്കെ ഞങ്ങൾ പ്രവർത്തിക്കും എന്ന മട്ടിലാണ് അവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യോഗത്തിൻ്റെ മിനിറ്റ്സിൽ ഈ ഉത്തരവിലൊക്കെ പ്രശാന്തും അന്നത്തെ പ്രസിഡന്റായിരുന്ന പ്രശാന്തും അജികുമാറും ഒപ്പിട്ടിട്ടുണ്ട്. ഈ കരാർ റദ്ദാക്കി മിൽമയെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ചോദിക്കുകയാണെങ്കിൽ പറയാമല്ലോ, പൊതുമേഖലാ സ്ഥാപനത്തെ ഏൽപ്പിച്ചു. പക്ഷേ ഈ പൊതുമേഖലാ സ്ഥാപനം വില കുറച്ച് കൊടുത്തിരുന്നെങ്കിൽ, അല്ല, വില കുറച്ച് കൊടുത്തത് പോട്ടെ, വില കൂട്ടിക്കൊടുത്ത ആ നെയ്യ് തന്നെ ഇവിടെ എത്തിയില്ല. പകരം ആ നെയ്യ് അടിച്ചു മാറ്റി വേറെ വിറ്റിട്ട്, ഇത് മിൽമയിൽ നിന്ന് സംഭവം ലോഡ് ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് അൺലോഡ് ചെയ്യണതിനിടയ്ക്ക് ഈ സാധനം ഇവിടുന്ന് അടിച്ചു മാറ്റി വേറെ വിറ്റിട്ട് വില കുറഞ്ഞ നെയ്യ് വാങ്ങിച്ചു, മിൽമയുടെ നെയ്യാണെന്നും പറഞ്ഞ് വീണ്ടും ഇങ്ങോട്ടേക്ക് അയച്ചു. ഇത് കൃത്യമായിട്ട് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ വിജിലൻസിൻ്റെ കയ്യിലുണ്ട്. അതാണ് പ്രശാന്തിനും അജികുമാറിനും കുരുക്കായിരിക്കുന്നത്. പിന്നെ ഈ മിനിറ്റ്സിലൊക്കെ എഴുതുന്നത് നമുക്കറിയാം. ഇവർ പത്മകുമാറിൻ്റെ കാലത്തൊക്കെ മിനിറ്റ്സിൽ എന്താണ് എഴുതിയതെന്നും വെട്ടിത്തിരുത്തിയതെന്നും തിരുത്തിയിട്ട് പിന്നെ എന്ത് എഴുതി ചേർത്തെന്നും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഇതിനു മുമ്പ്. അപ്പം ശബരിമല ഒരു കറവ പശുവായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ കുറേ രാഷ്ട്രീയ നേതാക്കൾക്ക് കൊള്ളയടിക്കാൻ ഈ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തേക്ക് വരുന്നവർ ദേവസ്വം ബോർഡിനെയും ശബരിമലയെയും ക്ഷേത്ര വരുമാനത്തെയും ഒക്കെ നിരന്തരം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അറിഞ്ഞ ഉടനെ നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കെ ജയകുമാർ IAS അദ്ദേഹം അപ്പം തന്നെ പറഞ്ഞു, ഇനി നെയ്യ് വേണ്ട, അതാണ് തീരുമാനം, ഇവിടുത്തെ നെയ്യ് ഉപയോഗിച്ച് ഞങ്ങൾ ചെയ്തോളാം. കാരണം അല്ല, ഭക്തർ കൊണ്ടുവന്ന് കൊടുക്കുന്ന നെയ്യ്, ഒന്നാമത്തെ കാര്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ, അവിടെ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും അവിടെ സെക്കൻഡ് ക്വാളിറ്റി സാധനം കൊണ്ടുപോകില്ല. നമ്മൾ അവിടെ വാങ്ങി, കാരണം ഈ ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധമാണ്. അതിനകത്ത് ഒരു കള്ളത്തരവും ഒരു ഭക്തനും കാണിക്കില്ല. അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള നെയ്യ് തന്നെ വാങ്ങി കൊണ്ടുപോയി കൊടുക്കും. അത് നമുക്കറിയാം. നാളികേരം തുരന്നിട്ട് അതിനകത്ത് ഈ നെയ്യ് ഒഴിച്ച് അത് മെഴുകെല്ലാം വെച്ച് അടച്ചിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, സുരക്ഷിതമായി കൊണ്ടുപോകുക. നെയ്യ്, ഈ നാളികേരത്തിൽ നെയ്യ് നിറയ്ക്കുന്നത് തന്നെ നമ്മൾ പറയുന്ന ആ ചടങ്ങിന് പറയുന്നത് കെട്ട് നിറയ്ക്കുക എന്നാണ്, അല്ലേ? ഇരുമുടി കെട്ടുകൾ, ഒരു മുടിയിൽ പിന്നെ നമ്മൾ പറയുന്നത് പുണ്യപാപ ചുമടുമായിട്ട് വരുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം. അയ്യപ്പ ഭക്തൻ മലകയറി ചെല്ലുന്നത് പുണ്യപാപ ചുമടുമായിട്ടാണ്, അത് അയ്യപ്പൻ്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ ഒന്ന് നെയ്യാണ്, ഒന്ന് മറ്റ് ചില പൂജാ സാധനങ്ങൾ, ദ്രവ്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ പമ്പയിൽ ഗണപതിക്ക് അടിക്കേണ്ട നാളികേരം, അതുപോലെ തന്നെ 18-ാം പടി കയറുന്നതിന് മുമ്പ് അടിക്കേണ്ട നാളികേരം, മാളികപ്പുറത്തമ്മയ്ക്കുള്ള സാധനങ്ങൾ, ഇതെല്ലാം ഇതെല്ലാം ഈ ഇരുമുടി കെട്ടിലുണ്ട്. പിന്നെ ഈ തിരിച്ചു വരുമ്പോൾ ഈ നെയ്യ് കൊടുത്തതിന് ശേഷം, നെയ്യ് അവിടെ കൊടുക്കുമല്ലോ, കൊടുത്ത് അത് നെയ്യ് അഭിഷേകത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രസാദമായിട്ട് കുറച്ച് നെയ്യ് വാങ്ങും. അത് വാങ്ങി പുറത്ത് വരുന്നയാൾ ഈ നെയ്യ് കൊണ്ടുപോയ തേങ്ങയില്ല, അത് അവിടെ വെച്ച് ഉടച്ചിട്ടാണ് തേങ്ങയിൽ നിന്ന് നെയ്യ് എടുക്കുന്നത്. ആ തേങ്ങ ആഴിയിലേക്ക് ഇടും. അവിടെ ശബരിമലയിൽ ഒരു വലിയ ആഴിയുണ്ട്, ആ ആഴിയിലേക്ക് ഇടും.
അങ്ങനെ അത് അണയാതെ നിന്ന് കത്തുന്ന, മണ്ഡലകാലം മുഴുവനും അണയാതെ നിന്ന് കത്തുന്ന ആഴിയാണ്. ആ ആഴിയിലേക്ക് ആ നാളികേരം സമർപ്പിക്കും നമ്മൾ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് വരുന്ന ഭക്തരെ സത്യത്തിൽ അതിക്രൂരമായി അവരെ വഞ്ചിക്കുകയും തട്ടിക്കുകയും ചെയ്യുകയാണ്. അത് ചെയ്ത ആൾക്കാരെ ഒരു കാരണവശാലും നിയമത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഇപ്പോൾ SIT ഈ കേസിൽ ഇപ്പോൾ പ്രശാന്തിൻ്റെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. മറ്റൊരു കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്നയാളാണ്. ഈ ഒരു കേസിലും കൂടി പോലീസിന് വളരെ പെട്ടെന്ന് തന്നെ വിജിലൻസിന് അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയും. അതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. സമീപ ദിവസങ്ങളിൽ തന്നെ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയിൽ പിന്നെ അതിൻ്റെ റിപ്പോർട്ട് കൊടുത്ത് അവർ പിന്നെ സമയം ചോദിച്ച് കോടതിയിൽ ഹാജരാക്കും പ്രശാന്തിനെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. സ്വർണ്ണക്കൊള്ള കേസിലുണ്ടായ അമാന്തം ഇതിലുണ്ടാകാതിരിക്കട്ടെ. വളരെ കൃത്യമായിട്ട് തെളിവുകളെല്ലാം പൂർണ്ണമാണ്. ഇപ്പോൾ തന്നെ അത് ഏറിയ കൂറും തെളിവുകൾ വിജിലൻസ് ശേഖരിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരു കൺക്ലൂഷൻ മാത്രമേ ആവശ്യമുള്ളൂ. അത് എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് പെട്ടെന്ന് തന്നെ കുറ്റപത്രവും സമർപ്പിക്കാൻ കഴിയും. കാരണം ഇത് ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിന്മേലുള്ള അന്വേഷണമാണ്. ഈ ഒറ്റ കാര്യത്തിൽ മാത്രം നെയ്യ് തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട നെയ്യ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അന്വേഷിച്ച് കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കാൻ കഴിയും. കുറ്റവാളികൾ, യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ. അവർക്ക് അർഹമായ ശിക്ഷ നീതിപീഠത്തിൽ നിന്ന് ലഭിക്കട്ടെ. അയ്യപ്പൻ അതിനുള്ള ഒരു സാഹചര്യം നോക്കൂ. ഒരു കേസിന് ഒന്നിന് പുറകെ ഒന്നായിട്ട് കേസുകൾ വരികയാണ്. ഒരു സ്വർണ്ണക്കൊള്ളയിൽ തുടങ്ങിയ അതങ്ങ് സ്വർണ്ണക്കൊള്ളയിൽ അവസാനിച്ചില്ല. അതവിടുന്ന് പുതിയ പുതിയ കേസുകൾ ഇങ്ങനെ പുതുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ കോടിക്കണക്കിന് രൂപയുടെ 2.28 കോടി രൂപയുടെ നഷ്ടം ദേവസ്വത്തിന് വരുത്തി, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ദേവസ്വത്തിന് വരുത്തി എന്ന് ഓഡിറ്റിൽ കണ്ടെത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2.28 കോടി രൂപ വെറുതെ നഷ്ടപ്പെടുത്തുകയല്ല ചെയ്തത്, അത് തട്ടിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് വഞ്ചനയിലൂടെ വ്യാജ രേഖകളിലൂടെ ഒക്കെ അത് തട്ടിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ശബരിമല ഒരു 5 ദിവസത്തെ വരുമാനത്തിന് തുല്യമാണ് ഈ 2.28 കോടി. അതെ, അതോളം. അപ്പോൾ അത് ഒരു കാരണവശാലും ഇത് ക്ഷമിക്കാവുന്നതല്ല. അയ്യപ്പൻ ക്ഷമിക്കില്ല. തീർച്ചയായിട്ടും ഇതിൻ്റെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിന് SIT വളരെ വേഗത്തിൽ വളരെ കൃത്യതയോടെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ ചെറിയ കാര്യം കൂടി. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് 2 ക്ഷേത്രങ്ങളിലിരുന്ന ഒരു ദേവസ്വം ഓഫീസർ അവർ കോടികളുടെ കിലോ കണക്കിന് സ്വർണം തിരിമറി നടത്തിയത്, സ്വർണവും കാണിക്ക, അതായത് നിർബാധം തുടരുകയാണ്. അതെ, ശബരിമലയിൽ തന്നെ വേറൊരു വൻ തട്ടിപ്പുണ്ട്. ഇനി അടുത്ത പടി അതായിരിക്കും. കാരണം ശബരിമല അടുത്തൊരു 2035-40 വരെ പടിപൂജ ബുക്ക് എല്ലാം ഈ നട തുറക്കുന്ന സമയങ്ങളിൽ പടിപൂജ എല്ലാം ബുക്ക്ഡാണ്. അതെങ്ങനെ ബുക്ക്ഡാവും? ചില വ്യക്തികൾ, ചില മാഫിയ നേരത്തെ ഉള്ള സംഭവമാണ്. അവർ മൊത്തത്തിൽ ഇതങ്ങ് ബുക്ക് ചെയ്യും. ബുക്ക് ചെയ്ത് വെച്ചിട്ട് അത് മറിച്ച് വയ്ക്കും. ആർക്കാണ്? ലക്ഷങ്ങൾക്കാണ് മറിച്ച് വയ്ക്കും. കാരണം ആവശ്യക്കാരുണ്ട്. അയ്യപ്പന്റെ മുന്നിൽ ഒരു പടിപൂജ നടത്താനായിട്ട് കാത്തു നിൽക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പം നമ്മളെപ്പോലുള്ളവരാണ് ആ ലക്ഷങ്ങളിലേക്ക് നമ്മൾ ചെന്ന് വീഴുക. നമ്മൾ കയ്യിലുള്ള പണം കാണിക്കയിട്ട് അയ്യപ്പനെ തൊഴിൽ തിരിച്ച് മലയിറങ്ങി വരികയാണ് നമ്മൾ പതിവ്. ഇവിടെ വന്ന് മാല വരും. പക്ഷെ വ്യക്തിക്ക് ഒരു കുറവും കാണില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇവർക്ക് പടിപൂജ, പല പൂജകൾ, ഈ പൂജകളെല്ലാം അടുത്ത ഈ പായസ വഴിപാടടക്കം ഇതെല്ലാം ഫുൾ ബുക്ക്ഡാണ്. ഇത് 1-2 വ്യക്തികൾ ഇത് കൃത്യമായിട്ട് ഇത് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഹൈക്കോടതി ഇടപെട്ട് 1-2 പേരെ അവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. നമ്മുടെ സോപാനത്തിന് അവിടെ സ്ഥിരം നിൽക്കുന്ന, അവർ സ്ഥിരം ഈ ദ്വാരപാലകരെ പോലെ അവിടെ നിൽക്കുന്ന ഒരു 1-2 പേരുണ്ടായിരുന്നു. അവരെയൊക്കെ, ഒരു കൊല്ലം സ്വദേശിയൊക്കെ, അവരെയൊക്കെ ഹൈക്കോടതി പറഞ്ഞു വിട്ടു. പക്ഷെ ഇപ്പോഴുള്ളത് ആർജവമുള്ളൊരു ബോർഡ് പ്രസിഡന്റാണ്, ഒരു IAS. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും ഇല്ലാതെ ശബരിമല മണ്ഡലകാലവും മറ്റ് തീർത്ഥാടന കാലങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. 2026 സംശുദ്ധമായി പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം കരുതാം, ബോർഡ് പ്രസിഡന്റ് അത്തരമൊരു കപ്പാസിറ്റി ഉള്ള വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മറികടന്ന് ഇനി എന്തെങ്കിലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, അവസാന കാലത്ത് നടന്നിട്ടുണ്ടോ എന്ന് മാത്രമേ അറിയാനുള്ളൂ.